ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ത്രിപഞ്ചാശത്തമോധ്യായഃ. 53-ാമത്തെ അധ്യായത്തിൽ 40 മുതൽ 57 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. രുക്മിണി വിവാഹ ദിവസം രാവിലെ അമ്മയോടും സഖിമാരോടും ഒന്നിച്ച് അംബികാക്ഷേത്രത്തിൽ പോയി. അവരുടെ മുന്നിലും പിന്നിലും ശൂരന്മാരായ രാജഭടന്മാരും ഉണ്ടായിരുന്നു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് അവർ ക്ഷേത്രത്തിലെത്തിയത്. അംബികാദേവിയെ പൂജിച്ച ശേഷം പതിവ്രതകളായ ബ്രാഹ്മണ പത്നിമാരെയും പൂജിച്ചു. ദേവീ ദർശനം കണ്ട് മടങ്ങുന്ന രുക്മിണിയുടെ സൗന്ദര്യം കണ്ട് രാജാക്കന്മാരെല്ലാം മോഹിച്ചു. കൃഷ്ണനെ കണ്ടതും രുക്മിണി തേരിൽ കയറാൻ ആഗ്രഹിച്ചു. കൃഷ്ണൻ അവളെ തേരിൽ കയറ്റി രാജാക്കന്മാർ നോക്കി നിൽക്കെ തേരോടിച്ചു പോയി. ജരാസന്ധൻ, ശിശുപാലൻ തുടങ്ങിയ രാജാക്കന്മാരെല്ലാം അപമാനിതരായി. ഇത്രയും ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ശ്ലോകം 40. ഓം നമോ ഭഗവതേ വാസുദേവായ പദ്ഭ്യാം വിനിർയയോ ദ്രഷ്ടും ഭവാന്യാപാദ പല്ലവം സാ അനുധ്യായതി സമ്യക് മുകുന്ദ ചരണാംബുജം. പദ്ഭ്യാം വിനിർയയൗ ദ്രഷ്ടും ഭവാന്യാഹ പാദപല്ലവം സാ ച അനുധ്യായതി സമ്യക് മുകുന്ദ ചരണാംബുജം. സാ ച അവളും മുകുന്ദ ചരണാംബുജം കൃഷ്ണന്റെ പാദപത്മത്തെ സമ്യക് അനുധായതി നല്ലവണ്ണം ചിന്തിക്കുന്നവളായിട്ട് ഭവാന്യാഹ ഭഗവതിയുടെ പാദപല്ലവത്തെ ദർശിക്കാനായിക്കൊണ്ട് പദ്ഭ്യാം കാലുകൊണ്ട് വിനിർയൗ യാനം ചെയ്തു. അപ്പൊ കൃഷ്ണന്റെ പാദാംബുജത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അംബികാദേവിയുടെ പാദപല്ലവത്തെ ദർശിക്കാനായിട്ട് നടന്ന് രുക്മിണി അംബികാക്ഷേത്രത്തിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ പല്ലക്കിലൊന്നും പോയില്ല, നടന്ന് തന്നെ പോയി. രാജകുമാരിയെ കൊണ്ടാകും പല്ലക്കൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അങ്ങനെയല്ല പോയത്, നടന്നാണ് അടുത്തുള്ള അംബികാക്ഷേത്രത്തിൽ പോയത്. പദ്ഭ്യാമിനറിയോ ദ്രഷ്ടും ഭവാന്യാപാദ പല്ലവം സാചാനുധായതി സമ്യക് മുകുന്ദ ചരണാംബുജം. ശ്ലോകം 41. യഥവാങ്മാതൃഭീ സാർത്തം സഖീഭി പരിവാരിതാ ഗുപ്താ രാജഭടൈ ശൂരൈ സന്നദ്ധൈർ ഉദ്യതായുധൈ മൃദംഗ ശംഖ പണവാ സൂര്യഭേര്യശ്ച ജഘ്നിരേ. യഥ വാങ് മാതൃഭിഃ സാർത്തം സഖീഭിഃ പരിവാരിത. മാതൃഭിഃ സാർത്തം മാതാക്കളോടുകൂടി, സഖീഭി സഖികളാൽ പരിവാരിത ചുറ്റപ്പെട്ടവളായി, യഥവാക്ക് മൗനം ദീക്ഷിച്ചവളായി. അതായത് കൃഷ്ണനെ ഓർമ്മിച്ച് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തയിൽ മൗനം ദീക്ഷിച്ചവളായി. ശൂരൈഹി ശൂരന്മാരും ഉദ്യതായുധൈ ആയുധങ്ങളെ ഉയർത്തിപ്പിടിച്ചവരുമായ സന്നദ്ധൈ രാജഭടൈ സന്നദ്ധന്മാരായ രാജഭടന്മാരാൽ ഗുപ്ത രക്ഷിക്കപ്പെട്ടവളായിട്ട് ഗമിച്ചു. അപ്പോൾ അവളുടെ മുന്നിലും പിന്നിലും രാജഭടന്മാർ ആയുധങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. കൃഷ്ണന്റെ ആൾക്കാർ വരണമെങ്കിൽ എതിർക്കാൻ വേണ്ടി. അപ്പൊ രുക്മിണി കൃഷ്ണനെ തന്നെ മനസ്സിൽ ചിന്തിച്ച് ഒന്നും മിണ്ടാതെ നടന്നു പോയി. പിന്നെ അവിടെ ഘോഷങ്ങൾ, വാദ്യഘോഷങ്ങളൊക്കെ മുഴക്കും. വിവാഹ ദിവസമല്ലേ, രാജകുമാരി പോകുന്നതല്ലേ. മൃദംഗം, ശംഖ, പണവം മുതലായ
തൂര്യഭേരികളും ഭേരി എന്നൊക്കെ പറയുന്നത് വാദ്യഘോഷങ്ങളാണ്. ജഘ്നിരെ, അപ്പോൾ എല്ലാ തരത്തിലുള്ള വാദ്യഘോഷങ്ങളും മുഴക്കിക്കൊണ്ട് രാജകുമാരിയുടെ പിന്നിലായി രാജഭടന്മാരും ഭൃത്യന്മാരുമെല്ലാം പോയി. യഥവാങ്മാതൃഭി സാർത്ഥം സഖീഭി പരിവാരിത ഗുപ്താരാജഭടൈ ശൂരൈ സന്നദ്ധൈരുദ്യതായുധൈ മൃദംഗശങ്കപണവ തൂര്യഭേര്യശ്ച ജഘ്നിരേ. ശ്ലോകം 42. ജ്ഞാനോപഹാരബലിഭിർ വാരമുഖ്യാ സഹസ്രശ ഷഡ്ഗന്ധവസ്ത്രാഭരണൈർ ദ്വിജപത്ന്യാ സ്വലംകൃതാം. വാരമുഖ്യാഹ നാനാ ഉപകാര ബലിഭിഃ വാരമുഖ്യാഹ സഹസ്രശഃ. വാരമുഖ്യാഹ സഹസ്രശഃ. ദാസികൾ, വാരമുഖ്യ എന്ന് വെച്ചാൽ ദാസികൾ, സഹസ്രശ അനേകം ദാസികളുണ്ട്. നാനാ ഉപകാര ബലിഭിഃ, ബഹുവിധമായ കാഴ്ചദ്രവ്യങ്ങളോടുകൂടി. ദേവദാസികൾ കൂട്ടം കൂടി ബഹുവിധ കാഴ്ചദ്രവ്യങ്ങളും പൂജാസാധനങ്ങളും അംബിക സന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് താലങ്ങളിൽ വച്ച് പിടിച്ചുകൊണ്ട് സ്വലംകൃത, നന്നായി അലങ്കരിച്ചിട്ടുള്ള ദ്വിജപത്ന്യഃ, ബ്രാഹ്മണ സ്ത്രീകൾ. എല്ലാവരും ക്ഷേത്രത്തിൽ പോവുകയാണ്, വിവാഹ ദിവസമാണ്. നല്ലവണ്ണം എല്ലാവരും ഉടുത്തൊരുങ്ങി ആ ബ്രാഹ്മണ സ്ത്രീകൾ ഷഡ്ഗന്ധ വസ്ത്ര ആഭരണൈഹി. ഷഗ് മാല, ഗന്ധ ചന്ദനം, വസ്ത്രം ആഭരണം ഇവയോടുകൂടിയും പുറപ്പെട്ടിരുന്നു. അപ്പൊ എല്ലാവരും അംബികാദേവിക്ക് ചാർത്താൻ പൂമാല, ചന്ദനം, വസ്ത്ര, ആഭരണം എന്നിവ എടുത്തുകൊണ്ട് രുക്മിണിയുടെ മുമ്പിൽ ദാസിമാരെല്ലാവരും നടന്നു. ജ്ഞാനോപഹാര ബലിഭീർ വാരമുഖ്യ സഹസ്രശ ഷഡ്ഗന്ധ വസ്ത്രാഭരണൈർ ദ്വിജപത്ന്യാ സ്വലംകൃതാഃ. ശ്ലോകം 43. ഗായന്തശ്ച സ്തുവന്തശ്ച ഗായകാ വാദ്യവാദകാഃ പരിവാര്യ വധൂം ജഗ്മു സൂതമാഗതവന്ദിതഃ. ഗായന്തഃ ച സ്തുവന്തഃ ച ഗായകാ വാദ്യവാദകാഃ പരിവാര്യ വധൂം ജഗ്മുഹു സൂതമാഗതവന്ദിതഃ. ഗായകാഃ പാട്ടുകാരും, വാദ്യവാദകാഃ വാദ്യമടിക്കുന്നവരും, സൂതമാഗതവന്ദിന സൂതന്മാർ, മാഗതന്മാർ, വന്ദികൾ രാജാവിന് സ്തുതി പറയുന്നവർ എന്നിവരും, ഗായന്തഃ പാടിക്കൊണ്ടും, സ്തുവന്തഃ സ്തുതിച്ചുകൊണ്ടും, വധും കന്യകയെ പരിവാര ചുറ്റിക്കൊണ്ട് ജഗ്മവു ഗമിച്ചു. അപ്പൊ ഭാഗവതന്മാര്, വാദ്യക്കാര് അവരൊക്കെ എന്ത് ചെയ്ത വംശപരമ്പരയെ കീർത്തിക്കുന്ന മറ്റ് സൂതന്മാര്, പിന്നെ തത്കാലോചിത ഗുണങ്ങളെ കീർത്തിക്കുന്ന രാജാക്കന്മാരെ ആനന്ദിപ്പിക്കുന്ന മാഗധന്മാര്, സ്തുതിച്ച് നമസ്കരിക്കുന്ന വന്ദികള്, ഇവരെല്ലാം കന്യകയുടെ ചുറ്റും പാട്ടുപാടിക്കൊണ്ട് കീർത്തനം ചെയ്തുകൊണ്ട് കൂടെ പോയി, അംബികാക്ഷേത്രത്തിലേക്ക് പോയി. ഗായന്തശ്ച സ്തുവന്തശ്ച ഗായകാവാദ്യവാദകാഃ പരിവാര്യ വധൂം ജഗ്മു സൂതമാഗതവന്ദിനഃ. ശ്ലോകം 44. ആസാദ്യ ദേവീ സദനം തൗതപാദകരാംബുജ ഉപസ്പൃശ്യ ശുചിശാന്ത പ്രവിവേശ അംബികാന്തികം. ആസാദ്യ ദേവീ സദനം തൗതപാദകരാംബുജ ഉപസ്പൃശ്യ ശുചി ശാന്ത പ്രവിവേശ അംബിക അന്തികം. ദേവീസദനം, ദേവീക്ഷേത്രത്തെ ആസാദ്യ പ്രാപിച്ചിട്ട് ധൗതപാദ കരാംബുജം, കഴുകപ്പെട്ട കൈകളും കാലുകളോടും കൂടിയവളായി, ഉപസ്പൃശ്യ ജലം സ്പർശിച്ച്, ശുചി ശുദ്ധമായി, ശാന്തയായിട്ട്, അംബികാന്തികം ദേവീ സമീപത്തെ പ്രവേശിച്ചു. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ എത്തിയ ഉടനെ രുക്മിണി കൈകാലുകളൊക്കെ കഴുകി ജലം തൊട്ട് കണ്ണും മുഖമൊക്കെ തുടച്ചു പരിശുദ്ധയായി, മറ്റ് വിചാരങ്ങളൊന്നുമില്ലാതെ
ഭഗവതിയുടെ പാതാരവിന്ദങ്ങളിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ദേവീ സന്നിധിയിൽ പ്രവേശിച്ചു. ആസാദ്യ ദേവീ സദനം തൗദപാദ കരാംബുജ ഉപസ്പൃശ്യ ശുചി ശാന്ത പ്രവിവേശ അംബികാന്തികം. ശ്ലോകം 45. താം വൈ പ്രഭയസോ ബാലാം വിധിജ്ഞാ വിപ്രയോഷിതഃ ഭവാനീം വന്ദയാം ചക്രോർ ഭവപത്നിം ഭവാനിതാം. താം വൈ പ്രവയസഃ ബാലാം വിധിജ്ഞാ വിപ്രയോഷിതഃ ഭവാനീം വന്ദയാ ചക്രുഹു ഭവപത്നിം ഭവ അന്വിതാം. പ്രവയസഃ അധികം വയസ്സായവരും വിധിജ്ഞ വിധി അറിയുന്നവരും ആയ വിപ്രയോഷിതഃ ബ്രാഹ്മണ സ്ത്രീകൾ താം ബാല ആ കന്യകയെ ഭവാന്വിതാം പരമേശ്വര സഹിതയും ഭവപത്നി പരമേശ്വര ഭാര്യയുമായ ഭവാനിയും ദേവിയെ വന്ദയാം ചക്രു വന്ദിപ്പിച്ചു. ഇപ്പൊ പ്രായം ചെന്നവരും ശാസ്ത്രവിധികൾ അറിയുന്നവരുമായ പുരോഹിത സ്ത്രീകൾ പരമേശ്വരനോട് എപ്പോഴും പിരിയാതിരിക്കുന്ന ഭാര്യയായ ഭവാനിയെ കന്യകയെ കൊണ്ട് നമസ്കാരം ചെയ്യിപ്പിച്ചു. ബ്രാഹ്മണ സ്ത്രീകൾ മന്ത്രം പറഞ്ഞു കൊടുത്ത് വിധിപ്രകാരം ദേവിയെ വന്ദിച്ചു. താം വൈ പ്രഭയസോ ബാല വിധിജ്ഞാ വിപ്രയോഷിതഃ ഭവാനീം വന്ദയാം ചക്രൂർ ഭവപത്നിം ഭവാന്വിതാം. ശ്ലോകം 46. നമസ്യേ ത്വാംബികാഭീഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത്പധർമ്മേ ഭഗവാൻ കൃഷ്ണസ്തനുമോദതാം. നമസ്യേ ത്വാ അംബികേ അഭീഷ്ണം സ്വസന്താനയുതാം ശിവാം. അംബികെ ഹേ ദേവി, രുക്മിണി ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. നമസ്യേ ത്വാംബികാമഭീഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത്പധർമ്മേ ഭഗവാൻ കൃഷ്ണസ്തനുമോദതാം. അംബികേ ഹേ ദേവി സ്വസന്താനയുതാം സ്വപുത്ര സഹിതയായും ശിവാം കല്യാണപ്രദയുമായിരിക്കുന്ന ത്വാ നിന്തിരുവടിയെ അഭീഷ്ണസം എപ്പോഴും നമസ്യേ നമസ്കരിക്കുന്നു. അല്ലയോ അംബികാദേവി, പുത്രന്മാരായ ഗണപതിയോടും സുബ്രഹ്മണ്യനോടും കൂടിയും ഭജിക്കുന്നവർക്ക് കല്യാണം പ്രദാനം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന അങ്ങയെ ഞാൻ ഭക്തിപൂർവം നമസ്കരിക്കുന്നു. എനിക്ക് ഭഗവാൻ കൃഷ്ണ ഭഗവാൻ കൃഷ്ണൻ പതി ഭർത്താവായിട്ട് ഭൂയാത് ഭവിക്കണേ എന്ന് അനുമോദതാം പ്രാർത്ഥിച്ചു. ഇത് നേരത്തെ നമ്മൾ പഠിച്ചു. കാർത്യായനി വ്രതം അനുഷ്ഠിച്ചപ്പോൾ ഗോപികമാർ ദേവിയോട് പ്രാർത്ഥിച്ചത് കാർത്യായനി മഹാദേവി മഹായോഗിന്നധീശ്വരി പതിമേ കുരും നമാം നന്ദഗോപസുതം പതിമേ കുരും കുരുതേ നമ. ആ നന്ദഗോപസുതനെ പതിയായിട്ട് ലഭിക്കണമേ എന്ന് ഗോപസ്ത്രീകൾ പ്രാർത്ഥിച്ച് നമ്മൾ പഠിച്ചു. അതുപോലത്തെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ. എന്താണ്? നമസ്യേ ത്വാംബികേ ഭീഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തനുമോദിതാം. അവിടെ നന്ദഗോപസുതം എന്ന് പറഞ്ഞു പതിയായിട്ട് വരണം. ഇവിടെയാ പതിർമേ ഭഗവാൻ കൃഷ്ണ, ഭഗവാൻ കൃഷ്ണൻ എന്റെ പതിയായിട്ട് വരണം. കൃഷ്ണൻ ഭഗവാൻ പതിഹി, ഭഗവാൻ കൃഷ്ണ പതിഹി, ഭഗവാൻ കൃഷ്ണൻ ഭർത്താവായിട്ട് ഭൂയാത് ഭവിക്കണമേ. അത് അനുമോദതാം, അതിനെ അനുമോദിക്കണം, അതിന് എന്നെ അനുഗ്രഹിക്കണം. ഭഗവാൻ കൃഷ്ണൻ പതിയായിട്ട് വരണം. നമസ്യേ ത്വാംബികാഭീഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാത് പതിർമേ ഭഗവാൻ കൃഷ്ണസ്തനുമോദതാം. ശ്ലോകം 47. അദ്ഭിർഗന്ധാക്ഷതൈർധൂപൈർ വാസശ്രഗ്മാല്യഭൂഷണൈ ജ്ഞാനോപകാര ബലിഭി പ്രദീപാവലിഭി പൃഥക്. അദ്ഭിഃ ഗന്ധ അക്ഷതൈഹി ധൂപൈഹി വാസശ്രഗ് മാല്യഭൂഷണൈഹി. അദ്ഭി ജലം കൊണ്ടും ഗന്ധ അക്ഷതൈ, ഗന്ധം അവിടെ ചന്ദനം, അക്ഷത, അക്ഷതം എന്ന് പറഞ്ഞാൽ പൊടിയാത്ത ഉണക്കലരിയാണ് അക്ഷതം എന്ന് പറയുന്നത്.
ഇവ കൊണ്ടും ധൂപൈ ധൂപങ്ങൾ കൊണ്ടും വാസസത്മാല്യഭൂഷിതൈ വസ്ത്രം മാല ഭൂഷണ ഇവ കൊണ്ടും പ്രദീപാവലിഭി ദീപസമൂഹങ്ങൾ കൊണ്ടും പൃഥക് വെവ്വേറെ പൂജിച്ചു. അപ്പൊ ദേവിയെ നാനാവിധ ഉപകാരങ്ങൾ കൊണ്ട്, നാനാ ഉപകാര ബലിഭി എന്നാണ്, നാനാവിധ ഉപകാരങ്ങൾ കൊണ്ട് ദേവിയെ പ്രത്യേകം പ്രദീപാവലിഭി ദീപങ്ങൾ കൊണ്ടും ദേവിയെ പൂജിച്ചു. അദ്ഭിർഗന്ധാക്ഷതൈർ ധൂപൈർവാസസത്മാല്യഭൂഷണൈഃ ജ്ഞാനോപകാര ബലിഭി പ്രദീപാവലിഭി ശ്ലോകം 48. വിപ്രസ്ത്രീയ പരിമതി സ്തദാ തൈ സമപൂജയത് ലവണ ആഭൂപതാംബൂല കണ്ഠസൂത്രഫലേഷുഭിഃ. വിപ്രസ്ത്രീയഃ പതിമതി തഥാ തൈഃ സമപൂജയത് ലവണ ആപൂപ താംബൂല കണ്ഠസൂത്രഫലേഷുഭിഃ. അത് കഴിഞ്ഞ് അംബികയെ പൂജിച്ചെന്ന് പറഞ്ഞല്ലോ. നാനാവിധ ഉപകാരങ്ങൾ കൊണ്ട് അംബികയെ പൂജിച്ചതിന് ശേഷം വിപ്രസ്ത്രീകളെ, ബ്രാഹ്മണ സ്ത്രീകളെ പൂജിക്കുകയാണ്. തഥാ അപ്രകാരം തൈഹി അവയെ കൊണ്ടും, അതായത് പൂജാദ്രവ്യങ്ങൾ കൊണ്ട്, പിന്നെ എന്തൊക്കെയാണ് അവിടെ? ലവണ ഉപ്പ്, ആപൂപ പലഹാരം, താംബൂലം കണ്ഠസൂത്രം കഴുത്തിൽ ധരിക്കാനുള്ള മംഗല്യം കോർത്ത നൂൽ, ഫലേഷുഭി പിന്നെ ഫലങ്ങൾ, നാളികേരം, കരിമ്പ് മുതലായവ കൊണ്ടും രുക്മിണി പൂജിച്ചു. അപ്പൊ ദേവിയെ പൂജിച്ചിട്ട് പതിവ്രതകളായ വിപ്രസ്ത്രീകളെയും പൂജാദ്രവ്യങ്ങൾ കൊണ്ട് പൂജിച്ചു. വിപ്രസ്ത്രീയ പതിമതി സദാ തൈ സമപൂജയത് ലവണാഭൂപ താംബൂല കണ്ഠസൂത്രഫലേഷുഭിഃ. ശ്ലോകം 49. തസ്യൈ സ്ത്രീയാസ്താ പ്രദദു ശേഷാം യുജിർ ആശിഷഃ താഭ്യോ ദേവൈ നമശ്ചക്രേ ശേഷാം ച ജഗൃഹേ വധൂ. തസ്യൈ സ്ത്രീയഃ താഹ സ്ത്രീയഃ ആ സ്ത്രീകൾ, തസ്യൈ അവൾക്കായിക്കൊണ്ട്, ശേഷാം യുജുഹു ആശിഷ ശേഷം ശിഷ്ടം അതായത് പ്രസാദത്തെ പ്രദദു ദാനം ചെയ്തു. അപ്പൊ ദേവിക്ക് ബ്രാഹ്മണ സ്ത്രീകൾ അവയെല്ലാം സ്വീകരിച്ച ഉടനെ നൈവേദ്യത്തിന്റെ ബാക്കി ഭാഗം, അതായത് പ്രസാദം അവൾക്ക് കൊടുത്ത് ആശീർവദിച്ചു. ആശിഷ യുജു ആശിസുകളെ, അനുഗ്രഹങ്ങളെ വർഷിച്ചു. വധു കന്യകയും താപ്യക അവർക്കായിക്കൊണ്ട്, ദേവിക്കായിക്കൊണ്ടും നമശ്ചക്രെ നമസ്കരിച്ചു. അപ്പോ കന്യകയും അതായത് രുക്മിണിയും ദേവിയെയും അതുപോലെ തന്നെ വിപ്രപത്നിമാരെയും നമസ്കരിച്ചു. ശേഷം ശിഷ്ടത്തെ ജഗൃഹേച്ച സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് ആ പ്രസാദത്തെ സ്വീകരിച്ചു. തസ്യൈ സ്ത്രീയാസ്താ പ്രദദു ശേഷാം യുജുർ ആശിഷഃ താഭ്യോ ദേവി നമശ്ചക്രേ ശേഷാം ച ജഗൃഹേ വധൂ. ശ്ലോകം 50. മുനിവ്രതമതത്യക്ത്വാ നിശ്ചക്രാമാംബികാഗൃഹാത് പ്രഗൃഹ്യ പാണിനാ ഭൃത്യാം രത്നമുദ്രോ ഉപശോഭിന. മുനിവ്രതം അഥ തെക്ത്വ അഥ അനന്തരം മുനിവ്രതം മൗനത്തെ തെക്ത്വ ഉപേക്ഷിച്ചിട്ട്, ഇപ്പൊ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മൗനാണെന്ന് പറഞ്ഞു, അതിനെ ഉപേക്ഷിച്ചിട്ട് രത്നമുദ്രോ ഉപശോഭിത രത്നമോതിരത്താൽ ഉപശോഭിത പ്രകാശിച്ചു കൊണ്ടിരുന്ന പാണിന കൈകൾ കൊണ്ട് ഭൃത്യാം സഖിയെ പ്രഗൃഹ്യ പിടിച്ചിട്ട് അംബികാഗൃഹ ദേവീക്ഷേത്രത്തിൽ നിന്ന് നിശ്ചക്രാമ പുറപ്പെട്ടു. അപ്പൊ മൗനവ്രതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏറ്റവും പ്രഭയുള്ള രത്നമോതിരം ധരിച്ചിരിക്കാൻ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കൈകൊണ്ട് സഖിയുടെ കയ്യിൽ പിടിച്ചിട്ട് ദേവീക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് പുറപ്പെട്ടു. തസ്യൈ സ്ത്രീയാസ്താ പ്രദദു ശേഷാം യുജുരാശിഷ
താഭ്യോ ദേവ്യൈ നമശ്ചക്രേ ശേഷാം ച ജഗൃഹേ വധൂ. ശ്ലോകം 51. താം ദേവിമായാമിവ വീരമോഹിനീം സുമധ്യമാം കുണ്ടലമണ്ഡിതാനനാം ശ്യാമ്യാം നിതംബാർപ്പിതരത്നമേഖലാം വ്യഞ്ജത്സ്തനീം കുന്ദശങ്കിതേക്ഷണാം. ഇനി രുക്മിണിയുടെ ആ സൗന്ദര്യത്തെ പറയുകയാണ്. താം ദേവമായാം ഇവ വീരമോഹിനിയും, ദേവമായ ഇവ ദേവന്റെ മായ എന്ന പോലെ, മായാദേവിയെ പോലെ വീരമോഹിനി, വീരന്മാരെ കൂടി മോഹിപ്പിക്കുന്നവളും, സുമധ്യമാം ശോഭനമായ മധ്യപ്രദേശത്തോട് കൂടിയവളും, ഇടുങ്ങിയ അരക്കെട്ടോട് കൂടിയവളും, കുണ്ടന മണ്ഡല മണ്ഡിതാനാം കുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ട മുഖത്തോടു കൂടിയവളും, ശ്യാമാം യൗവന മധ്യസ്ഥയും, നിതംബ അർപ്പിത രത്നമേഖല നിതംബത്തിൽ ധരിച്ചിരിക്കുന്ന രത്ന അരഞ്ഞാണത്തോടു കൂടിയവളും, വ്യഞ്ജസ്തനി വ്യക്തമായി പ്രകാശിക്കുന്ന സ്തനത്തോട് കൂടിയവളും, ശ്യാമാം യൗവന മധ്യസ്ഥയും, നിതംബ അർപ്പിത രത്നമേഖല നിതംബത്തിൽ അരക്കെട്ടിൽ ധരിച്ചിരിക്കുന്ന രത്ന അരഞ്ഞാണോട് കൂടിയവളും, വ്യഞ്ജസ്തനി വ്യക്തമായി പ്രകാശിക്കുന്ന സ്തനങ്ങളോട് കൂടിയവളും, കുന്തള ശങ്കിതേഷണ തലമുടിയിൽ നിന്ന് ശങ്കിച്ചതോ എന്ന് തോന്നുമാറുള്ള കണ്ണുകളോട് കൂടിയവളും. അപ്പൊ ആ കണ്ണുകൾ, ചലിക്കുന്ന കണ്ണുകൾ, അപ്പൊ അതായത് തലമുടിയെ പോലെ നല്ല കറുത്ത കൃഷ്ണമണി ഉള്ള ആ കണ്ണുകൾ, അതായത് സീമന്തരേഖ ആയിട്ട് വിഭജിച്ച് കെട്ടിയിരിക്കുന്ന തലമുടിയുടെ ഉള്ളിൽ ചെന്നുപെട്ടാൽ ഇങ്ങോട്ട് വരാൻ സാധിക്കുമോ എന്നുള്ള ശങ്ക നിമിത്തമോ എന്ന് തോന്നുമാറ് ചെവി വരെ നീണ്ടു നിൽക്കുന്ന ആ കടക്കണ്ണുകളെ, ആ കണ്ണിന് നീളം കൂടുതൽ, താമര ഇതളുപോലെ നീളമുള്ളതെന്നാണ് സുന്ദരിമാരുടെയും സുന്ദരന്റെ കൃഷ്ണന്റെയൊക്കെ കണ്ണുകൾ പറയുന്നത്. അപ്പോൾ ഇത് ചെവിയുടെ അങ്ങ് അറ്റം വരെ ഏകദേശം എത്തും കണ്ണ്, നീളമുള്ള കണ്ണുകൾ. അപ്പൊ കർണത്തിന്റെ അറ്റം വരെ എത്തുന്ന കരിമിഴികൾ, കടക്കണ്ണ് അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങ് കാതിന്റെ അറ്റം വരെ എത്തും. വീണ്ടും നാസിക സമീപത്തേക്ക് മടങ്ങുമെന്നുണ്ട്. കടക്കണ്ണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടേയിരുന്നു. ആരെയാണ് നോക്കുന്നത്? കൃഷ്ണനെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുന്തള ശങ്കിതേഷണ. അപ്പൊ അതത്രയും അൻപത്തെട്ട്. ബാക്കി പിന്നെ രുക്മിണിയുടെ സൗന്ദര്യം അടുത്തതിലാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും വായിച്ചിട്ട് അടുത്തതിലായിട്ട് പോകാം. താം ദേവമായാമിവ വീരമോഹിനീം സുമധ്യമാം കുണ്ടലമണ്ഡിതാനനാം ശ്യാമാം നിതംബാർപ്പിതരത്നമേഖലാം വ്യഞ്ജത്സ്തനീം കുന്തള ശങ്കിതേക്ഷണാം. ശ്ലോകം 52. ശുചിസ്മിതാം ബിംബഫലാധരദ്യുതി ഷോണായമാന ദ്വിജകുന്ദകുട്മളാം പദാചലന്തീം കളഹംസഗാമിനീം ശിഞ്ചത്കലാനൂപുര ധാമശോഭിന വിലോക്യ വീരാ മുമുഹു സമാഗത യശസ്സിനാ തത് കൃതഹൃത്യാർദിതാം. ശുചിസ്മിതാം ബിംബ ഫലാധരദ്യുതി ഷോണായമാന ദ്വിജ കുന്ദകുട്മളാം പദാചലന്തീം കളഹംസഗാമിനീം ശിഞ്ചത് കലാ നൂപുര ധാമശോഭിന വിലോക്യ വീര മുമുഹു സമാഗത യശസ്സിനഃ തഥാ ഹൃദഹൃത്ശയാർദിത. ശുചിസ്മിത ശുദ്ധമായ മന്ദഹാസത്തോടു കൂടിയവളും, ബിംബഫല അധരദ്യുതി ബിംബഫല തൊണ്ടിപ്പഴം പോലെയുള്ള അധര, തൊണ്ടിപ്പഴം പോലെ നല്ല ചുവന്നിരിക്കുന്ന ചുണ്ടുകൾ. ബിംബഫലധരദ്യുതി ഷോണായമാന ദിജ
പല്ലുകൾ നല്ല മുല്ല മൊട്ടുപോലെ ശുഭ്രങ്ങളായ പല്ലുകളോട് കൂടിയവളും കുന്തകുട്മളാം, കുന്തകുട്മളാണ് മുല്ലപ്പൂ പോലുള്ള പല്ല്. ശിഞ്ചത് കലാ നൂപുര ധാമ ശോഭിന. ശിഞ്ചത് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന കാൽ ചിലമ്പിന്റെ കാന്തിയാൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന കാൽ കൊണ്ട് ചലന്തിയും സഞ്ചരിക്കുന്നവളും കളഹംസ ഗാമിനി കളഹംസത്തെ പോലെ നടക്കുന്നവളുമായ താം അവളെ വിലോക്യ കണ്ടിട്ട് സമാഗത വന്നിരിക്കുന്നവരും യശസ്സിനക കീർത്തിമാന്മാരും തത്കൃത ഹൃച്ഛയാർദിത അവൾ നിമിത്തമുണ്ടാകുന്ന മന്മത വികാരത്താൽ ദുഃഖിതന്മാരുമായ വീരന്മാർ മുമുഹു മോഹിച്ചു. അപ്പൊ അവിടെ നിന്ന രാജഭടന്മാരെല്ലാം ഇവളുടെ സൗന്ദര്യം കണ്ട് മോഹിച്ചു ഭൂമിയിൽ വീണുപോയെന്നാണ്. ശുചിസ്മിതാം ബിംബഫലാധരദ്വിതി ക്ഷോണായമാന ദ്വിജകുന്തകുട്മളാം പദാചലന്തീം കളഹംസഗാമിനീം ശിഞ്ചത് കലാനൂപുരധാമ ശോഭിന വിലോക്യ വീരാ മുമുഹു സമാഗത യശസ്വിനസ്തത് കൃതകൃച്ഛയാർദിത. ശ്ലോകം 53. യാം വീക്ഷ്യത്തെ നൃപയസ്തത് ഉദാരഹാസ വ്രീഡാവലോകൃതചേതസ ഉത്സിതാസ്ത്ര പേദുക്ഷിതൗ ഗജരഥാശ്വ ഗതാഭിമൂഢ യത്രാചലേന ഹരയെ അർപ്പയതീം സ്വശോഭാം. താം വീക്ഷ്യത്തെ നൃപതയ തദുദാരഹാസ വ്രീഡ അവലോകനകൃതചേതസ ഉച്ഛിതാഃ അസ്ത്രാഹ ഉച്ഛിതാഃ അസ്ത്രാഹ പേതുഃ ഷിതു ഗജരഥ അശ്വഗത വിമൂഢ യത്രാചലേന ഹരയെ അർപ്പയതി സ്വശോഭന. യത്രാചലേന യാത്ര എന്ന വ്യാജത്താൽ ഹരയെ വിഷ്ണുവിനായിക്കൊണ്ട് സ്വശോഭം തന്റെ ശോഭയെ അർപ്പയതി സമർപ്പിക്കുന്നവളായ, അതായത് അംബികാക്ഷേത്രത്തിൽ വന്നത് എന്തിനാണ്? കൃഷ്ണനെ കാണാനാണ്. അപ്പൊ കൃഷ്ണന്റെ ശോഭയെ സമർപ്പിക്കുന്നവളായ യാതൊരുത്തിയ വീക്ഷ്യ നോക്കിയിട്ട് തേ നൃപതയ രാജാക്കന്മാർ തദുദാരഹാസ വ്രീഡാവലോക ഹൃതചേതസ അവളുടെ ഉദാരമായുള്ള പുഞ്ചിരിയോടും ലജ്ജയോടും നോട്ടത്താലും അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരായിട്ട് ഉത്സിത അസ്ത്രയ ഉപേക്ഷിക്കപ്പെട്ട അസ്ത്രങ്ങളോടുകൂടിയവനായി വിമൂഢ ബുദ്ധിഭ്രമം വന്നവരായി ക്ഷിതൗ ഭൂമിയിൽ വീണു. അതായത് രുക്മിണിയുടെ സൗന്ദര്യം കണ്ട് മോഹിച്ച് എല്ലാവരും മോഹാലസ്യപ്പെട്ട് വീണു എന്നാണ്. അത്ര സൗന്ദര്യമാണ് രുക്മിണിക്ക്. യാം വീക്ഷതേ നൃപതയസ്തതു ഉദാഹരാസേ വ്രീഡാവലോക ഹൃതചേതസ ഉത്സിതാസ്ത്രാം പേതും ക്ഷിതൗ ഗജരശ രഥാശ്വ ഗതാഭിമൂഢ യാത്രാചലേന ഹരേ അർപ്പയതീം സ്വശോഭാം. ശ്ലോകം 54. സൈവം ശനൈ ചലയതി ചലപത്മകോശൗ പ്രാപ്തിം തഥാ ഭഗവത പ്രതീക്ഷമാണ ഉത്സാമ്യ വാമകരജൈർ അളകാനപാംഗൈ പ്രാപ്താൻ ഹയൈക്ഷത നൃപാൻ ദദൃശേച്യുതം സ ഏവം ശനൈഹി ചലയതി ചലപത്മകോശൗ പ്രാപ്തിം തഥാ ഭഗവത പ്രമീക്ഷമാണ ഉത്സാര്യ വാമകരജൈഹി അളകാൻ അപാംഗൈഹി പ്രാപ്താൻ ഹയ ഐക്ഷത നൃപാൻ ദദൃശേ അച്യുത. ഇപ്രകാരം പത്മകോശോ ചലപത്മകോശോ ചലിക്കുന്ന താമരപട്ടുകൾ പോലെ ഇരിക്കുന്ന പാദങ്ങളെ ശനൈഹി മെല്ലെ മെല്ലെ
ചലയതി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ അവൾ, അതായത് ഇളക്കമുള്ള താമര മുട്ടുകളൊന്ന് തോന്നത്തക്ക മാർദ്ദവും ശോഭവുമുള്ള പാദങ്ങളെ അല്പം ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാദങ്ങളെ മെല്ലെ മെല്ലെ ചലയതി ചലിച്ചുകൊണ്ടിരിക്കുന്ന അവൾ. തഥാ അപ്പോൾ ഭഗവാന്റെ പ്രാപ്തി വരവിനെ പ്രമീക്ഷമാണ് പ്രകർഷണം നോക്കുന്നവളായിട്ട് വാമകരജ ഇടത്തെ കൈനഖങ്ങൾ കൊണ്ട് അളകാൻ കുറുനരകളെ ഉത്സാരിയെ നീക്കിയിട്ട് കുറുനരയെ നീക്കിയിട്ട് പ്രാപിച്ചവരായ നൃപാൻ രാജാക്കന്മാരെ അപാംഗൈഹി കടക്കണ്ണുകൾ കൊണ്ട് ഹ്രിയ ലജ്ജയോടുകൂടി ഈക്ഷിച്ചു. സ അവൾ അച്യുത കൃഷ്ണനെ ദർശിച്ചു കണ്ടു. അപ്പൊ അങ്ങനെ ഏറ്റവും ശോഭയുള്ള പാദങ്ങളെ ഏറ്റവും മന്ദമായി ചലിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അവൾ, അതായത് അന്നനട എന്ന് പറയില്ലേ, പതുക്കെ പതുക്കെ നടക്കും. കണ്ണുകൾക്ക് മീതെ വീണ് കിടക്കുന്ന മറ്റു കുറുനരകളെ ഇടത്തെ കൈവിരലിലെ നഖങ്ങൾ കൊണ്ട് നീക്കിയിട്ട് അവിടെ വന്നു ചേർന്നിരിക്കുന്ന രാജാക്കന്മാരെ ലജ്ജയോടുകൂടി കടക്കണ്ണുകൾ കൊണ്ട് നോക്കി. അപ്പോൾ ഇവിടെ കടക്കണ്ണുകൾ കൊണ്ട് രാജാക്കന്മാരെ നോക്കി. അവര് രുക്മിണിയുടെ സൗന്ദര്യം കണ്ട് മയങ്ങി നിൽക്കുകയാണ്. അപ്പോൾ രുക്മിണി നോക്കുന്നത് എന്താണ്? ഇതിന്റെ ഇടയിൽ ഭഗവാൻ കൃഷ്ണൻ വല്ലയിടം ഉണ്ടോ? അതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് മറ്റവരുടെയൊക്കെ മുഖത്ത് നോക്കിപ്പോയല്ലോ എന്നുള്ള ലജ്ജയുമുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ശ്രീകൃഷ്ണനെ കണ്ടു. സൈവം ശനൈശ്ചലയത് പത്മകോശവും പ്രാപ്തിം തഥാ ഭഗവത സമീക്ഷമാണ് ഉത്സാര്യമാമകരജൈരളി അളകാൻ സ്വഭാംഗൈ പ്രാപ്താൻ ക്രിയായിക്ഷത നൃപാൻ ദദൃശേച്ചു ദംസ. ശ്ലോകം 55. താം രാജകന്യാം രഥമാരുരുക്ഷതിം ജകാര കൃഷ്ണോ ദിശതാം സമീക്ഷതാം രഥം സമാരോപ്യ സുവർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ. താം കന്യാം രഥം ആരുരുക്ഷതീം ജകാര കൃഷ്ണ ദിശതാം സമീക്ഷതാം രഥം സമാരോപ്യ സുവർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ. രഥം തേരിൽ ആരുരുക്ഷതി കയറാൻ ആഗ്രഹിക്കുന്ന താം രാജ ആ രാജകന്യകയെ സമീക്ഷിത നോക്കിക്കൊണ്ടിരിക്കുന്ന ദിശത ശത്രുക്കളുടെ മുമ്പാവെ മാധവ മാധവനായ കൃഷ്ണൻ സുവർണലക്ഷണം ഗരുഡലാഞ്ചമായിരിക്കുന്ന രഥം തേരിൽ ആരോപ്യ കയറിയിട്ട് രാജന്യചക്രം രാജസമൂഹത്തെ പരിഭൂയ അവമാനിച്ചിട്ട് ജകാര അപഹരിച്ചു. അപ്പൊ കൃഷ്ണനെ കണ്ടതും രുക്മിണിക്ക് കൃഷ്ണന്റെ രഥത്തിൽ കയറണമെന്ന് തോന്നി. ശത്രുക്കൾ നോക്കി നിൽക്കുക തന്നെ അവരെ ലേശവും കൂട്ടാതെ ആ ഗരുഡന്റെ അടയാളമിരിക്കുന്ന കൊടിയടയാളമോടുകൂടി ആ രഥത്തിൽ ഭഗവാൻ കയറ്റിയിട്ട് രാജസമൂഹത്തെ അപമാനിച്ചുകൊണ്ട് രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പൊ അതാണ് രാക്ഷസ രീതിയിലുള്ള വിവാഹം. എല്ലാവരും നോക്കി നിൽക്കി തന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നതിനാണ് രാക്ഷസ രീതിയിലുള്ള വിവാഹം എന്ന് പറയുന്നത്. താം രാജകന്യാം രഥമാരുരുക്ഷതീം ജകാര കൃഷ്ണോ ദിശതാം സമീക്ഷണാം. രഥം സമാരോപ്യ സുവർണ ലക്ഷണം ഗരുഡന്റെ അടയാളമുള്ള ആ തേരിൽ കയറ്റിയിട്ട് രാജാക്കന്മാരെ അപമാനിച്ചുകൊണ്ട് രുക്മിണി അപഹരിച്ച് കൃഷ്ണൻ ഇതാ പോയി. താം രാജകന്യാം രഥമാരുരുക്ഷതീം ജകാര കൃഷ്ണോ ദിശതാം സമീക്ഷതാം രഥം സമാരോപ്യ സുവർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ. ശ്ലോകം 56. തതോയോ രാമ പുരോഗമൈശനൈ ശൃഗാലമധ്യാദിവ ഭാഗ ഹൃത്ഖരി തമ്മാനിന സ്വാഭിഭവം യശക്ഷയം പരേജരാസന്തവശ നസേഹിരേ. തതഃ യയൗ രാമ പുരോഗമൈഃ ശനൈഃ ശൃഗാലമധ്യാദ് ഇവ
ഭാഗഹൃത് ഹരിഹി സുകാല ശൃഗാല മധ്യാത് കുറുക്കന്മാർ, ശൃഗാലം എന്ന് വെച്ചാൽ കുറുക്കന്മാരുടെ ഇടയിൽ ഹരി ഇവ സിംഹം എന്ന പോലെ ഭാഗഹൃത് തന്റെ ഭാഗത്തെ അപകരിച്ചവനായ ഹരി കൃഷ്ണൻ തതഹ അനന്തരം രാമപുരോഗമ ബലരാമൻ മുതലായവരോടുകൂടി ശനൈ മെല്ലെ യയൗ യാനം ചെയ്തു. അപ്പൊ കുറുക്കന്മാരുടെ മധ്യത്തിൽ നിന്ന് തന്റെ ഭാഗമായ പദാർത്ഥത്തെ സിംഹം വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത് പോലെ ഭഗവാൻ കൃഷ്ണൻ തന്റെ പ്രിയസഖിയായ രുക്മിണിയെ രഥത്തിൽ കയറ്റിക്കൊണ്ടുപോയി. രാജാക്കന്മാർ നോക്കി നിൽക്കുകയാണ്. അപ്പോ അപഹരിച്ചുകൊണ്ട്, രാജാക്കന്മാരുടെ മധ്യത്തിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് ബലരാമൻ തുടങ്ങിയ സ്വജനങ്ങളുടെ മൂർത്തി സ്വജനങ്ങളോടുകൂടി ചേർന്ന് ലേശവും ഭയം കൂടാതെ മെല്ലെ മെല്ലെ ജരാസന്ധന്റെ പക്ഷക്കാരും മാനികളുമായ ഇതര രാജാക്കന്മാരും അപ്രകാരം തന്നെ അപമാനിച്ച് തങ്ങളുടെ കീർത്തിയെ നശിപ്പിച്ചുകൊണ്ട് രുക്മിണിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് സഹിച്ചില്ല. അപ്പൊ എല്ലാവരും യുദ്ധസന്നദ്ധരായി അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് കൃഷ്ണൻ വന്ന് തേരിൽ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവർക്കെല്ലാം അത് അപമാനമായിട്ട് തോന്നി. ജരാസന്ധൻ, ശിശുപാലൻ തുടങ്ങിയ കാശി രാജാവ് എല്ലാവരും ഉണ്ട്. തഥോയയൗ രാമപുരോഗമൈശനൈർ ശുഗാലമധ്യാധിപവൃത് ഭഗവത് ഹരിം തമ്മാനിന സ്വാഭാവികം യശരക്ഷയം പരേ ജരാസന്ധവശാന സേഹിരേ. ലാസ്റ്റ് 57. അഹോദി അസ്മാൻ യശാത്തന്വനാം ഗോപൈർകൃതം കേസരിണാം മൃഗൈറിവ. അഹോ അധിക് അസ്മാൻ ആത്തധന്വനാം അസ്ത്രധാരികളായിരിക്കുന്ന അസ്മാകം നമ്മുടെ യശക കീർത്തി, കേസരിനാം സിംഹങ്ങളുടെ കീർത്തി, മൃഗൈവ മാനുകൾ എന്ന പോലെ, ഗോപൈഹി ഗോപന്മാരാൽ ഹൃതം ഭരിക്കപ്പെട്ടു. അഹോ കഷ്ടം അസ്മാൻ ഞങ്ങളെ ധിക്ക് നിന്ദിക്കണം, നമ്മളെ നിന്ദിക്കണം. അപ്പൊ ജരാസന്ധ പക്ഷക്കാരായ രാജാക്കന്മാരുടെ നിലവിളി, അയ്യോ കഷ്ടമായി പോയല്ലോ, നമ്മൾ നിന്ദന്മാർ തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ സിംഹങ്ങളുടെ അവകാശം, ഇവരെ സിംഹമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, സിംഹങ്ങളുടെ അവകാശം ഒരു മാൻകുട്ടി വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പോലെ അല്ലയോ ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത്. ഇത്രയും രാജാക്കന്മാർ നിൽക്കുമ്പോൾ കൃഷ്ണൻ പെട്ടെന്ന് രുക്മിണിയെ രഥത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. അസ്ത്രങ്ങളൊന്നുമില്ല. അങ്ങനെ 57ാമത്തെ ദശകം അവസാനിച്ചു. അത് ദശകമല്ല, അധ്യായം. അഹോദികസ്മാന്യശാത്ത സന്വനാം ഗോപേർകൃതം കേസരിണാം മൃഗൈർവ. ജരാസന്ധ പക്ഷക്കാര ജരാസന്ധ, ശിശുപാലൻ, ദന്തഭക്തർ ഇവർക്കെല്ലാം ഒരടിയേറ്റതുപോലെയായി. ഇതിൽ പരാജയപ്പെട്ടല്ലോ. ഇവരിലുള്ള ആൾക്കാരും കാണും അവിടെ പണം ചെലവാക്കുന്നത്. അപ്പൊ ഇവര് രാജാക്കന്മാരുടെ നിലവിളി വലിയ കാര്യത്തില് രുക്മിണിയെ സംരക്ഷിക്കാൻ വന്നവരാണ്, ശിശുപാലനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വന്നവരാണ്. പക്ഷേ പെട്ടെന്ന് അവർ പ്രതീക്ഷിക്കാത്തതാണല്ലോ. യുദ്ധമൊന്നും ചെയ്തില്ല. രുക്മിണിയെ ആഗ്രഹിച്ചു. കൃഷ്ണൻ നോക്കിയത് രുക്മിണി തേരിന്റെ അടുത്ത് വന്നു. രുക്മിണി തന്നെ തേരിൽ താനേ കയറി. കൃഷ്ണൻ കയറ്റിയെന്നും പറയുന്നു. രുക്മിണി ചിലയിലൊക്കെ രുക്മിണി താനേ കയറി എന്നാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കേ അവർ പറയാണ്, ഞങ്ങളുടെ അവകാശമായ ഈ രത്നത്തെ, കന്യാരത്നത്തെ ഒരു ഗോപനാണ് അപഹരിച്ചു കൊണ്ടുപോയി. കാലുമേക്കുന്ന ഗോപന്മാർ അപഹരിച്ചാൽ നമ്മളെ കീർത്തിയെ നശിപ്പിച്ചല്ലോ എന്ന് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവിടെ എന്താണ് യുദ്ധമൊക്കെ നടന്നതെന്നൊക്കെ
അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ രുക്മിണി വിവാഹേത്രി പഞ്ചാശത്തമോധ്യായ സമ്പൂർണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം.